ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് കുറച്ചു കാലങ്ങളായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും ഈ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് കേരളത്തിലെ മൊത്തം മാലിന്യത്തിന്റെ 45% സംസ്കരിക്കുന്ന പാലക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള റണ്ടറിംഗ് ഓണേഴ്സ് അസോസിയേഷനാണ് ഞങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റണ്ടറിംഗ് ഓണേഴ്സ് അസോസിയേഷനാണ് ഞങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് യാതൊരു രീതിയിലും എന്താ പറയുക, ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനോടോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനോടോ ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരാശരി ഒരു 300 ടണ്ണോളം ഞങ്ങളുടെ ഇത്രയും ജില്ലകളിലെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട്. അറവ് മാലിന്യം ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യാതൊരു രീതിയിലും ഒരു പ്രകോപനം ഉണ്ടെങ്കിലും എല്ലാവരെയും പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 350 കോടികളും മുടക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പുറകിലുള്ള എല്ലാ പ്ലാന്റുകളും. 42ഓളം പ്ലാന്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റിനെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. ഈ ഇരിക്കുന്ന അമറിന്റെ ബീറ്റൻ അഗ്രോ എന്ന് പറയുന്ന നിലമ്പൂരുള്ള പ്ലാന്റിലേക്ക് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മാലിന്യം കൊണ്ടുവന്ന വാഹനം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിറകിന്റെ കോൺട്രാക്ട് കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു വൈകാരികമായ ഇഷ്യൂ ആക്കി വാഹനം തടഞ്ഞ് തൊഴിലാളികളെ മർദ്ദിച്ച് 8 ആൾക്കാർ മഞ്ചേരിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലും തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് 2-3 ആൾക്കാരുടെ എല്ല് പൊട്ടി അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നിലവില് ഒരു രീതിയിലുമുള്ള സപ്പോർട്ട് ഇല്ലാതാവുന്നതുകൊണ്ട് ഞങ്ങളൊരു സൂചനാ പണിമുടക്ക് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആ മെസ്സേജാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്.